2-3 ബിവറേജ് ഔട്ട്ലെറ്റിന് മുമ്പിലാണ് നമ്മൾ പ്ലാസ്റ്റിക് കുപ്പിയുടെ കട തുടങ്ങിയിരിക്കുന്നത്. അതായത് ഈ സാധനം അവർ ഔട്ട്ലെറ്റിൽ നിന്ന് വാങ്ങണോ, നമ്മളെ കുപ്പിക്ക് ഒഴിക്കണോ, തിരിച്ചടക്കണോ, ഈ സാധനം ബിവറേജിൻ്റെ ഔട്ട്ലെറ്റിൽ നിന്ന് തിരിച്ചേൽപ്പിക്കണോ, 20 റുപ്യ അവർ വാങ്ങിയിട്ട് സുഖമായിട്ട് പെരേക്ക് പോകും. അതിലിപ്പോൾ എന്തത്ര യൂസഫ് അലി ഇത്ര ലാഭം അന്തേക്കുന്ന വാങ്ങന കുപ്പിയും കായിട്ടുണ്ടെങ്കിൽ അതിൽ കാര്യമുണ്ട്. അതെന്താ സംഭവം എന്ന് വെച്ചാൽ ഇത് ഒന്നാമത് കുപ്പിയിൽ അപ്പം തന്നെ കൊടുത്തു കഴിഞ്ഞ സമയം ലാഭം. രണ്ടാമത് അടിക്കാൻ വൈകിട്ടാവും നിക്കണത്. ഏത് അടിക്കാൻ വൈകിട്ട് അവിടെ ആൾക്കാർ കാത്തിട്ട് പോകും അവന്റെ കമ്പനിക്കാര്. അപ്പൊ ഈ സാധനം ഇവിടെ കൊടുത്തു വേഗം പോരും ചെയ്യാം. പിന്നെ അടിച്ചു വന്നിട്ട് ഈ കുപ്പി കൊടുക്കുമ്പോ പിന്നെ എന്താ വെച്ചാല് പിന്നെയും വാങ്ങണ സാധനം. അപ്പൊ മെച്ചേതാ ഇട്ടോട്ടാ എന്താ മെച്ചം? പിന്നെ അതില് വേറൊരു പ്രശ്നം ഉണ്ടല്ലോ രാജേഷേ. അതിനെന്താ കുട്ടിയുടെ പ്രശ്നം? പിന്നെ ഇവരൊക്കെ പൊക്കാൻ വേണ്ടിട്ട് നമ്മള് എക്സസൈസിന് ഇറക്കിയിട്ടുണ്ട്. അതിനെന്താ കുട്ടേട്ടാ, ഓല് പട്ടച്ചാരങ്ങളല്ല കൊണ്ടുപോകുന്നത്, സ്വദേശത്ത് ഉണ്ടാക്കുന്ന വിദേശ മദ്യല്ലേ കൊണ്ടുപോകുന്നത്. അതിൽ വേറൊരു കാര്യമുണ്ട്. കുപ്പി മാറിനോട് കൂടെ യാജപദ്യം ആയിട്ട് മാറും. അത് മാറിക്കഴിഞ്ഞാൽ അകത്താണ്. അപ്പൊ എന്റെ പുന്നാര രതീഷ് ഭായി, ഓല് തന്ന സാധനം നമ്മള് കുപ്പിയിൽ മാറ്റുന്നത്. അത് പറഞ്ഞിട്ട് കാര്യമില്ല. അത് എന്തായാലും കുപ്പി മാറിക്കഴിഞ്ഞാൽ യാജപദ്യമായിട്ട് മാറും ചെയ്യും. അതുമല്ല അകത്താവും ചെയ്യും. അല്ല രാജേഷ് ഭായി, അങ്ങനെ എനിക്ക് എനിക്കൊരു ഐഡിയ. ഇനി എന്താ ഐഡിയ ചെങ്ങായി കണക്ക്? കൂട്ടേട്ടാ, എന്റെ വലിയ ചെറുക്കന് LLP ഒക്കെ കഴിഞ്ഞേ ഒരു പണിയില്ല, ചൊറിയും കുത്തിയിരിക്കുകയാണ്. ഏതായാലും നമ്മളെ കാടിൽ നിന്ന് ഇഷ്ടംപോലെ കുപ്പികളും ഉണ്ട്. ഈ പാഹ്യന്മാരൊക്കെ പിടിച്ച് ജയിലിടും. ആ കേസ് നമുക്ക് ഡേറ്റ് എടുത്ത് നടത്തി കഴിഞ്ഞാൽ എന്റെ ചെറുക്കൊരു പണിയാവൂലേ. മാത്രമല്ല നമ്മളെ കടയിൽ നിന്ന് കുപ്പി വാങ്ങിയിട്ട് കേസിൽപ്പെട്ട ആൾക്കാർക്ക് ഒരു സ്പെഷ്യൽ ഓഫറുകൾ കൊടുക്കുക. ഈ പഹയന്റെ ഒരു ബുദ്ധി പള്ള നിറച്ചു ബുദ്ധിയല്ലേ കുട്ടേട്ടാ? നീ സുലൈമാനല്ല, ഹനുമാനാണ്.